എൻഗേജ്മെൻറ്റിൻ്റെ തലേന്നാട്ടോ നമ്മൾ ത്രെഡ് ചെയ്യാനൊക്കെ പോവുക. അപ്പോൾ നമ്മൾ സാധാരണ പോകുന്നത് മോങ്ങത്തുള്ള റോസ് ബ്യൂട്ടി പാർലറിലാണ്. അപ്പോൾ ഇപ്രാവശ്യം അവിടെ തന്നെ പോയത്. അങ്ങനെ ത്രെഡ് ചെയ്ത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ വിഷ്ണുപ്രിയയ്ക്ക്, അതായത് ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഡ്രസ്സും ചെരുപ്പൊക്കെ നമ്മൾ തലേന്ന് കൊണ്ടു കൊടുക്കും. ബാക്കി സാധനങ്ങളൊക്കെ എൻഗേജ്മെൻറ്റിന് അന്ന് ആട്ടോ കൊണ്ടു കൊടുക്കുക. അപ്പോഴേക്കും ലതമേമയും ശിശിരിയും വന്നു കേട്ടോ. തലേന്ന് ഇവർ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലല്ലല്ലോ പരിപാടി. പിന്നെ നമ്മൾ 3 പേരും കൂടെ മഞ്ചേരിയിലോട്ട് പോവുകയാണ്. രാത്രിയാണ് പോകുന്നത്. ഇതിലുണ്ടായിരുന്നു മുല്ലപ്പൂ വാങ്ങിക്കണം, ഞങ്ങൾക്ക് മുല്ലപ്പൂവും പിന്നെ വിഷ്ണുപ്രിയയ്ക്ക് ജിപ്സം ഫ്ലവറും ഉണ്ടോ വാങ്ങിക്കുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. നമ്മൾ പിന്നെ വേറെ റെൻ്റൽ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയിട്ടോ. പിറ്റേ ദിവസം നമ്മൾ റെഡി ആയത് ലുക്ക് ഇതാണ് 3 പേരുടെയും. ഞാനും ബേബിയും ധാവണിയും ശിശിര ഒരു ടോപ്പ് വരുന്നിട്ടിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് വീട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പെണ്ണിൻ്റെ വീട് ദേ അവിടെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ട് അകത്തോട്ട് കയറി. പിന്നെ നമ്മളെല്ലാവരും വീട്ടിലോട്ട് പോയിട്ട് അവിടെ വെള്ളമൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. ഇനിയുള്ള ചടങ്ങ് എന്ന് വെച്ചാൽ പെണ്ണ് നിലവിളക്ക് എടുത്തിട്ട് വരും. പിന്നെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും പരസ്പരം പരിചയപ്പെടുത്തും. പിന്നെ വിവാഹത്തിൻ്റെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീരുമാനിച്ചിട്ട് പറയും. അപ്പോൾ വിവാഹത്തിന് ഡേറ്റ് എടുത്തിരിക്കുന്നത് മെയ് 18-നാണ്. അപ്പം ഇത്രയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടും ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കുന്നതും റിങ് എക്സ്ചേഞ്ചും വളരുന്നതും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻഗേജ്മെൻറ്റിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അവിടെ ഫുഡ് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പോയി. ചെക്കനും പെണ്ണും പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ വന്നത്. നിതിൻ്റെയും വിഷ്ണുപ്രിയൻ്റെയും മാമന്മാരായിട്ട് അവർ പരസ്പരം ജാതകമൊക്കെ കൈമാറി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ഈ കാരണന്മാരങ്ങ് നിൽക്കും. പിന്നെ സ്റ്റേജിൽ റിങ് എക്സ്ചേഞ്ച്, വളയിടൽ, അങ്ങനെ പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് സൂപ്പറായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ.